നമ്മുടെ ബോർവെല്ലിലെ ചില ജലം വരുമ്പോൾ നല്ല ജലമായി വരികയും വന്നതിന് ശേഷം ഇതുപോലെ യെല്ലോയിഷ് കളർ ആവുകയും ചെയ്യുന്ന ഒരു പ്രവണത വരാറുണ്ട്. ഹായ്, ഞാൻ രാജേഷ് ഫ്രം സമുദ്ര വാട്ടർ സൊല്യൂഷൻസ്. ഇന്ന് നിങ്ങളോട് ചെറിയൊരു വിവരം പങ്കുവയ്ക്കുകയാണ്. ജലത്തിലുണ്ടാകുന്ന ഓര് അഥവാ അയൺ കണ്ടന്റിനെ പറ്റിയാണ്. നമ്മുടെ ബോർവെല്ലിലെ ചില ജലം വരുമ്പോൾ നല്ല ജലമായി വരികയും വന്നതിന് ശേഷം ഇതുപോലെ യെല്ലോയിഷ് കളർ ആവുകയും ചെയ്യുന്ന ഒരു പ്രവണത വരാറുണ്ട്. ഈ വെള്ളം ഫിൽറ്ററിലൂടെ കടന്നു വരുമ്പോൾ ഇതേ ലെവലാവാറുമുണ്ട്. ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾ മുമ്പും ഒരുപാട് യൂട്യൂബുകൾ ചാനലുകളിൽ കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാനിന്ന് പറയാൻ പോകുന്നത് അയൺ റിമൂവർ പ്ലാന്റുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റ് സീസണിലാണ് ഇത് വയ്ക്കുന്നതെങ്കിൽ വേനൽക്കാലങ്ങളിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറയുകയും അയൺ കണ്ടന്റ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി വാട്ടർ അനലൈസ് കറക്റ്റാ ചെയ്തതിനു ശേഷം വേനൽക്കാലങ്ങളിൽ ഉണ്ടാകുന്ന അയണിനും ചേർന്ന തരത്തിലുള്ള ഫിൽട്രേഷൻ മീഡിയാസ് ഉപയോഗിച്ച് ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും ആ പ്ലാന്റ് ഫെയിലിയർ ആവുന്നില്ല. ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമുണ്ട്, നിങ്ങളുടെ വീടുകളിൽ ഇതുപോലെ ചെയ്ത് ഫെയിലിയർ ആയ ഏതെങ്കിലും പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ ആയിരുന്നാലും ഞങ്ങളത് റീവാമ്പ് ചെയ്ത് ഉപയോഗയോഗ്യമാക്കി തരുന്നതാണ്. അയൺ കണ്ടന്റ് അല്ലെങ്കിൽ അഥവാ ഓര് എന്ന് പറയുന്നത് 2-3 ടൈപ്പ് ഉണ്ട്. വരുമ്പോഴേ കലങ്ങി വരുന്ന ടൈപ്പ്, രണ്ടാമത് വന്നതിന് ശേഷം അന്തരീക്ഷത്തിൽ ഓക്സിജൻ സൂര്യപ്രകാശവുമായിട്ട് രാസപ്രവർത്തനം നടത്തി വിഘടിക്കുന്ന മറ്റൊരു ടൈപ്പ്. ഇങ്ങനെയുള്ള ഓരോകളുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. വരും വീഡിയോകളിൽ വിശദമായി ഞാൻ അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ ജലസംബന്ധമായ സംശയങ്ങൾക്കും ജലത്തിന്റെ ഗുണനിലവാര പരിശോധനയ്ക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ അയൺ റിമൂവർ പ്ലാന്റുകൾ ചെയ്യുമ്പോൾ ആദറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണായിട്ട് മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു.